പ്രഭാത ചിന്തകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിട്ട് ഈ പ്രഭാത ചിന്തകൾ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത മുരളി സാറിനെ പോലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് എഴുതി തുടങ്ങിയത്. അത് എഴുതി തുടങ്ങി അത് വായിച്ച് വേറെ ചിലർക്ക് ഞങ്ങൾക്കും ഇത് അയച്ചു തരണം എന്ന് പറഞ്ഞതിന് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊന്നുമില്ല, രാവിലെ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഗുഡ് മോർണിംഗ് മെസ്സേജിൻ്റെ കൂടെ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു കേട്ടെ. ഒരു പോലീസ് ഓഫീസറുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഒരു ലേഡി പോലീസ് ഓഫീസറാണ്. അവർ പറഞ്ഞു, നിങ്ങൾ ഗുഡ് മോർണിംഗ് മെസ്സേജസ് ഒന്നും ഫോർവേഡ് ചെയ്യരുത്, അതിനകത്ത് എൻക്രിപ്റ്റഡ് ആയിട്ട് നമ്മുടെ ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ട് ഒരിക്കലും അത് ഫോർവേഡ് ചെയ്യരുത്, അത് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്, നിങ്ങളവിടെ ഫോർവേഡ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ അത് നിർത്തി. അങ്ങനെയുള്ള ഗുഡ് മോർണിംഗ്, നല്ല നല്ല ഗുഡ് മോർണിംഗ് മെസ്സേജസ് വരും, പക്ഷേ ഞാൻ ഫോർവേഡ് ചെയ്യും, ഞാൻ അതിനൊരു ഇത് കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ പോലീസ് ഓഫീസർ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ എന്തുകൊണ്ട് എൻ്റേതായ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആയിക്കൂടാ. അങ്ങനെ ഞാനൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഡിസൈൻ ചെയ്തപ്പോൾ ഒരു പെട്ടെന്നൊരു ഐഡിയ വന്നു. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞുകൂടെ, ഒരു പ്രഭാത ചിന്ത എന്നുള്ള രീതി എന്ന് വിചാരിച്ചിട്ട് ഞാനത് എഴുതി തുടങ്ങിയതാണ്. പക്ഷേ അതിന് വളരെയധികം എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ, സർക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അവർക്ക് നമ്മളെ വിജയകുമാർ സാറിനെ പോലെ, നമുക്ക് വിജയകുമാർ സാറിനെ പോലുള്ളവരൊക്കെ അത് വളരെ പ്രോത്സാഹിപ്പിച്ചു. മുരളി സാർ പറഞ്ഞ് ഇത് ഒരു ദിവസം വായിച്ചിട്ട് കൈ വിറയിൽ വരും, അത്ര അഡിക്റ്റായി പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ എല്ലാവരും പൊതുവെ ഒരുപാട് ഒരു ചന്ദ്രബാബു സാറുണ്ട്, പക്ഷേ നമ്മുടെ പി ജിയിലുള്ളതല്ല. അദ്ദേഹം പറഞ്ഞു ഭാഷ, ഞാൻ പറഞ്ഞു സാർ അദ്ദേഹം മലയാള അധ്യാപകനാണ്, ഞാൻ പറഞ്ഞു സാർ എൻ്റെ ഭാഷയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ പറയാം. അപ്പോൾ ആ ധൈര്യത്തിലും ഒക്കെയാണ് ഞാനിത് എഴുതുന്നത്. ഏതായാലും നിങ്ങളുടെ ഇന്നൊരു നല്ല ഒരു പ്രതികരണം ലഭിച്ചു. ഇന്ന് എനിക്ക് വിജയകുമാർ സാറിന് സമ്മാനവും തന്നു. ഞാൻ വളരെ സംതൃപ്തനാണ്. എൻ്റെ സംതൃപ്തി ഞാനിവിടെ അറിയിക്കുന്നു. താങ്ക് യു.